കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ 2 മുട്ടയും അനങ്ങാൻ തുടങ്ങി. അതിൽ നിന്ന് 2 കുരുവികളും വിരിഞ്ഞു വന്നു. അത് കണ്ടപ്പോൾ ടീനുവിനും ഒരുപാട് സന്തോഷമായി. അത് കഴിഞ്ഞ് കുറച്ചു നേരത്തിനുള്ളിൽ ആ സ്വർണ്ണ നിറത്തിലുള്ള മുട്ടയും പതുക്കെ അനങ്ങി കുഞ്ഞു വെളിയിൽ വന്നു. ആ കുഞ്ഞിനെ കാണാൻ ചുമന്ന നിറത്തിലും പിന്നെ കാണാൻ നല്ല ഭംഗിയും ഉണ്ടായിരുന്നു. ഹാ, എന്റെ ചക്കരക്കുഞ്ഞെ, കാണാൻ നല്ല ഭംഗിയുണ്ട്. നിനക്ക് ഞാൻ ചുൻമുൻ എന്ന് പേരിടാം. അമ്മേ, അമ്മ അങ്ങനെ പറയരുത്. എന്റെ 2 ചേട്ടന്മാരെയും കാണാൻ ഭംഗിയുണ്ട്. ശരി മോനെ, നീ ആദ്യം ആ മുട്ടത്തോടിൽ നിന്ന് വെളിയിലേക്ക് വാ. ഇല്ലമ്മേ, എനിക്ക് ഈ തോടിൽ നിന്ന് വെളിയിലേക്ക് വരാൻ പറ്റുന്നില്ല. എന്നാൽ എന്തുകൊണ്ടാ? സമയം വരുമ്പോൾ ഞാൻ പറയാം അമ്മേ. ശരി, അത് നിന്റെ ഇഷ്ടം. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഭക്ഷണം എടുത്തുകൊണ്ടുവരാം. അങ്ങനെ പറഞ്ഞ് ടീനു അവിടെ നിന്നും പറന്നുപോയി. ഒരുപാട് അന്വേഷിച്ചു പോയപ്പോൾ അതിന് 3 ധാന്യങ്ങൾ കിട്ടി. നന്നായി, എന്റെ കുഞ്ഞുങ്ങൾക്കെങ്കിലും 3 ധാന്യങ്ങൾ കിട്ടിയല്ലോ. ഇന്ന് ഞാൻ പട്ടിണി കിടക്കാം. ആദ്യം കുഞ്ഞുങ്ങൾക്ക് കൊണ്ടു കൊടുക്കാം. അങ്ങനെ ചിന്തിച്ച് അത് ആ 3 ധാന്യങ്ങളും അവിടെ നിന്നും എടുത്ത് തന്റെ കൂട്ടിലേക്ക് പറന്നുപോയി. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് വേണ്ടി ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാവരും ഓരോന്ന് കഴിക്കേ. എന്നാൽ അമ്മ എന്ത് കഴിക്കും? ഇതിൽ 3 ധാന്യമല്ലേ ഉള്ളൂ. ഞാൻ വരുന്ന വഴിയിൽ കഴിച്ചു. ഇപ്പോൾ നിങ്ങളിത് കഴിക്കേ. അത് കേട്ടതും എല്ലാവരെക്കാൾ ആദ്യം ചുൻമുന്നാണ് അമ്മ പറഞ്ഞതുപോലെ ഒരു ധാന്യം എടുത്ത് കഴിച്ചത്. എന്നാൽ അവൻ ഒരു ധാന്യം കഴിച്ച ഉടനെ അവിടെ 2 ധാന്യങ്ങൾ വന്നു. അതിൽ വേറൊന്ന് കഴിച്ചതും അവിടെ വീണ്ടും 2 ധാന്യം വന്നു. അത് കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു. മൊത്തത്തിൽ ഇപ്പോൾ 5 ധാന്യങ്ങൾ അവിടെയുണ്ട്. ഇതെങ്ങനെ സംഭവിച്ചു? അമ്മേ, ഞാൻ മാന്ത്രിക തോടിൽ നിന്നും വന്നതാണ്. അതുകൊണ്ട് എനിക്ക് മാന്ത്രിക ശക്തി കാണുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ എന്ത് കഴിച്ചാലും അത് 2 മടങ്ങായി മാറുന്നത്. എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. അത് കേട്ടതും എല്ലാവരും ഒരുപാട് സന്തോഷിച്ചു. ടീനു കുട്ടികൾക്ക് എല്ലാവർക്കും ഭക്ഷണം കൊടുത്ത് 2 ധാന്യം എടുത്ത് അവളും വയറു നിറയെ കഴിച്ചു. നിനക്ക് ഒരുപാട് നന്ദി മോനെ. ഇനി നമുക്ക് ആർക്കും പട്ടിണി കിടക്കണ്ട. ഇതിനെല്ലാത്തിനും കാരണം നീയാണ്. എന്നാൽ തൊട്ടു മുൻപിലിരുന്ന് മീനുവും മീനുവിന്റെ ഭർത്താവും അതെല്ലാം കാണുന്നുണ്ടായിരുന്നു. മീനു, ഈ കുഞ്ഞു താമസിക്കേണ്ടത് നമ്മുടെ വീട്ടിലാണ്. ഇന്ന് തന്നെ നമ്മുടെ വീട്ടിലേക്ക് മാറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്തേക്കാം. ഇങ്ങനെ പറഞ്ഞ് അത് പുഞ്ചിരിച്ചു.